സുബഹിദേശം ഉറങ്ങുന്ന സുന്നത്തുണ്ടോ? ഉണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഉറങ്ങിയാൽ ജീവിതത്തിലും സമ്പത്തിലും ബർക്കത്തുണ്ടാകൂല എന്നാ മുഹമ്മദ് റസൂലുള്ളാഹി. സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് നബി തങ്ങൾ നേരെ കയറി ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫാത്തിമ ബീവിന്റെ വീട്ടിൽ കയറിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുബഹി നിസ്കരിച്ച് ഉറങ്ങുകയാണ്. ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറയുന്നു, മോളെ ഇത് ഉറക്കിന്റെ സമയമല്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ല റിസ്ക് വിശാലമാക്കുന്ന സമയമാ, ആഫിയത്ത് അല്ല കൊടുക്കുന്ന സമയമാ, ഭക്ഷണത്തിന് ബറക്കത്ത് കൊടുക്കുന്ന സമയമാ, ഓരോരുത്തർക്കും അല്ല ഖലാക്കിയ സമ്പത്തിൽ അല്ല ബറക്കത്ത് കൊടുക്കുന്ന സമയമാണ്. ആ സമയം വരെ ഉറങ്ങിക്കൂടാ. അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ നിയന്ത്രിക്കണം. ഒന്നാമത്തെ ദിവസം ഉറങ്ങിയാൽ രണ്ടിന്റെ അന്ന് ഉറങ്ങും, 30 വരെ ഉറങ്ങും. ഒന്നാമത്തെ ദിവസം എങ്ങനെ നിയന്ത്രിക്കണം? ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നടന്നിട്ട് കുറച്ച് ദിക്ർ ചൊല്ലിക്കോളൂ, നടന്നിട്ട് ഖുർആൻ ഓതിക്കോളൂ. എങ്ങനെയെങ്കിലും സൂര്യൻ ഉദിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലാതെ ശരീരത്തെ കടത്താൻ അനുവദിക്കരുത്. അങ്ങനെയൊന്നും ശീലമാക്കിയാൽ വലിയ ബറക്കത്തും ഭാഗ്യവും നേടിയെടുക്കാൻ പറ്റും. ഏറെ ഖുർആൻ ഓതി തീർക്കാൻ പറ്റും. ഒരു കാര്യം, ഖുർആൻ ഓതി പുരുഷന്മാര് അധികരിപ്പിക്കണം, അത് സ്ത്രീകളും അധികരിപ്പിക്കണം. രണ്ടാമത്തത്, പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഈത്തിക്കാഫ്, അധികരിപ്പിക്കണം. നിസ്കാരം കഴിഞ്ഞ പാടെ പോരരുത്. നിസ്കരിക്കാൻ കുറെ മുമ്പ് പള്ളിയിലെത്തുക, എന്നിട്ട് ഖുർആൻ ഓതുക. നിസ്കാരം കഴിഞ്ഞാലും ളുഹ്റിനും അസ്റിനും കുറച്ചുകൂടി ടൈം അവിടെ ഇരിക്കണം. തറാവീഹ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കണം. ഈത്തിക്കാഫിന്റെ നീളം കൂടട്ടെ. പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കുന്നത് റബ്ബിന് എത്ര വലിയ ഇഷ്ടമാ. ഒരു ആലിമ് വന്നിട്ട് നിങ്ങളെ വീട്ടിലിരുന്നാൽ നിങ്ങൾ എത്ര കാലം പറയും. വലിയ ഉസ്താദ് വന്നിട്ട് എന്റെ വീട്ടിൽ അരമണിക്കൂർ നേരം ഇരുന്നു, ഒരു ബെഡ് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കൂലെ, ഈ ബെഡിലാ കിടന്നുറങ്ങിയത്, ആ ബെഡ് ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റേ ഉസ്താദ് വന്നിട്ട് 2 മണിക്കൂർ ഇവിടെ വിശ്രമിച്ചു. ആ പറച്ചിൽ മാറൂലല്ലോ. അള്ളാന്റെ ഭവനത്തിലായിരിക്കുന്നതിന് അള്ള തരുന്ന കൂലി കണക്കാക്കാൻ അടിമക്ക് കഴിയൂല. എത്ര നേരം കാബ നോക്കിയിരിക്കുന്ന മഹത്തുക്കളുണ്ട്. പള്ളി മിഹ്റാബിലേക്ക് നോക്കല്, പള്ളിയിലേക്ക് നോക്കല് ഇബാദത്തല്ലേ? പള്ളിന്റെ ചുമരിലേക്ക് നോക്കല് ഇബാദത്തല്ലേ? എന്താ ഇബാദത്താകാൻ കാരണം? അത് ഒരു തറവാടിന്റെയും വീടല്ല, ഒരു കുടുംബത്തിന്റെയും വീടല്ല, അത് അള്ളാഹുവിന്റെ ഭവനമാ. മനുഷ്യന്മാര് ആരുമില്ലെങ്കിലും അവിടെ ഇബാദത്തുണ്ട്. എന്റെ നാട്ടിൽ 2-3 സ്ഥലത്ത്, ഗൂഡല്ലൂർ ഭാഗത്ത് എസ്റ്റേറ്റ് പഴയ കാലത്ത് തോട്ടത്തൊഴിലാളികൾ കൊടുത്ത അവരുടെ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ആ പള്ളി ജനങ്ങളൊക്കെ അവിടുന്ന് മാറി താമസിച്ചോട് പല സ്ഥലത്തും പള്ളി പൊളിക്കപ്പെട്ടുവെങ്കിലും തറ എടുത്തു മാറ്റിയിട്ടില്ല. അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവരും പറയുന്നു, അവിടെ ഞങ്ങള് മഗ്രിബിന്റെ ഇശാന്റെ സുബഹിന്റെ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് കേൾക്കാറുണ്ട്. ആരാ കൊടുക്കുന്നത്? ആരോണാവോ? ആ തറയിൽ പോലും ഒരു കുട്ടി ഒരിക്കലും ഇരിക്കാറില്ല. ബീഡി വലിക്കാൻ പോലും തറയിൽ ഇരിക്കില്ല. കടല കുറച്ച് തിന്നാൻ പോലും തറയിൽ ഇരിക്കില്ല. അത് പള്ളിത്തറയാണ്. അവര് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ഞാൻ പറയുന്നത്, നമ്മൾ പോയി ഇബാദത്തിട്ട് വേണ്ട പാവണ്ണ പള്ളിക്ക് മഹത്വം കിട്ടാൻ. നിങ്ങൾ ആരും ഒന്നിട്ട് പാവണ്ണ പള്ളിക്ക് മഹത്വം മലക്കുകളുണ്ട് ആ സമയത്ത്. നിങ്ങൾ പോയി നിസ്കരിച്ചിട്ടപ്പോ പാവപ്പണ്ണ പള്ളിക്കൊക്കെ ഇത്ര വലിയ മഹത്വം, ഭയങ്കര മഹത്തായി. നമുക്ക് വല്ല നേട്ടവും കിട്ടണമെങ്കിൽ പോയിരിക്കാനാ പറഞ്ഞത്. അവിടെ സദാസമയത്തും ഇബാദത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. നമ്മൾ ആരും ഇരുന്നിട്ടില്ലെങ്കിലും ഒന്നും കുറയില്ല. അല്ലാഹു തആലാന്റെ പള്ളിക്കകത്ത് നമ്മളെ വീട്ടിൽ നമ്മൾ ആരും താമസിച്ചില്ലെങ്കിൽ കുറച്ച് ഞാൻ പൊളിഞ്ഞോടെ പോകും. അതിന് പരിപാലനം ഉണ്ടാകൂല. സദാസമയത്തും ബാസിന്റെ നാള് വരെ പരിപാലനം കിട്ടുന്ന വീടാണ് പള്ളികൾ. ഇവിടെ സദാസമയത്തും മലക്കുകളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇക്സാറു സ്വദഖ. സ്വദഖ അധികരിപ്പിക്കണം. കണ്ടമാനം സ്വദഖ കൊടുക്കണം, ദാനധർമ്മം ചെയ്യണം. കഴിഞ്ഞ കൊല്ലങ്ങൾ കൊടുത്തത് എത്ര? 10,000. ഇക്കൊല്ലം കുറച്ചുകൂടി ഏറെ കൊടുക്കണം. അടുത്ത കൊല്ലം കുറച്ചുകൂടി ഏറെ കൊടുക്കണം, കുറച്ചുകൂടി ഏറെ കൊടുക്കണം. ഇതാരും അറിയാനല്ല, അല്ലാഹു തആല ബഹുമാനിച്ച ശ്രേഷ്ഠ നൽകിയ മാസമായതുകൊണ്ട്. ഒരു സ്വദഖക്ക് അല്ലാഹു തആല തരുന്നത് ഒരു ഫർദിന്റെ കൂലിയല്ലേ? 1 രൂപ സ്വദഖ കൊടുത്താൽ എത്ര കൂലി? 1 രൂപ സക്കാത്ത് കൊടുത്ത കൂലിയാണ് 1 രൂപ സ്വദഖ കൊടുത്താൽ. അത് ശഅബാനില, റമദാനില.
അപ്പൊ അത്ര അധികം കണ്ടു കൊടുത്താൽ അത്രയും അധികമാണ് അതിന്റെ പ്രതിഫലമുള്ളത്. ആ വലിയ പ്രതിഫലം കിട്ടുന്ന സ്വതഖ ഉമ്മമാരും അധികരിപ്പിക്കണം, സഹോദരന്മാരും അധികരിപ്പിക്കണം, എല്ലാവർക്കും അത് ബാധകമാണ്. പഴയകാലത്തെ ഉപ്പാപ്പമാര് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത്ര വലിയ സമ്പന്നരൊന്നല്ലെങ്കിലും റമളാനിന്റെ അവസാനത്തെ 10 മുമ്പുള്ള 10 അധികം അവർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ 10 അധികം 2-ാം 10 കൊടുക്കണം, 2-ാം 10 അധികം 3-ാം 10 കൊടുക്കണം. കാരണം റമളാനിന്റെ അവസ്ഥ അങ്ങനെയാണ്. തുടക്കത്തിനേക്കാളും മഹത്വം കൂടുതൽ ഒടുക്കത്തിലാ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവും പകലും ശ്രേഷ്ഠതയുടെ രാവല്ലയോ? ലോകത്ത് ഒരേ ഒരു കൂട്ടം മലക്കുകൾ ഒരു രാത്രിയിലും അവര് ഭൂമിയിലേക്ക് വരൂല. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വരൂ. അത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നാ. ആകാശത്തിനപ്പുറം സിദ്റത്തുൽ മുൻതഹ എന്നൊരു വടാവൃക്ഷമുണ്ട്. ആ വടാവൃക്ഷത്തിന്റെ ഇലകളിൽ ലക്ഷോപലക്ഷം മലക്കുകളുണ്ട്. അവര് ഭൂമിയിലേക്ക് വരുന്നത് ഒറ്റ രാവിൽ മാത്രമാണ്. അതാണ് ലൈലത്തുൽ ഖദ്ർ. തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഫജ്ർ ഉദിക്കുന്നത് വരെ മലക്കുകളെ സാന്നിധ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ലക്ഷോപലക്ഷം മലക്കുകൾ വരുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ സ്വതക്കകൾക്ക് അത് കാരണമാകണം, അവര് സാക്ഷ്യപ്പെടുത്തണം. അതുപോലെ നമ്മുടെ നല്ല ആരാധനകൾക്കത് പങ്കാകണം. നമ്മുടെ ഇബാദത്തിനും നമ്മുടെ നിസ്കാരത്തിനും നമ്മുടെ ഖുർആനോത്തിനും അവർ അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷികളാകണം. ആ തരത്തിൽ നമ്മൾ അതിന്റെ എണ്ണം പെരുപ്പിക്കണം. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമളാൻ അങ്ങോട്ട് കഴിയുമ്പോ അവസാനത്തെ രാവിന് ഏറ്റവും വലിയൊരു മഹത്വമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റമളാന്റെ മഹത്വം തീർന്നുകൊണ്ടല്ല, ഞാനത് ആ ഹദീസിന്റെ ഒരു ആദ്യ ഭാഗം മാത്രമേ ഓതി വെച്ചിട്ടുള്ളൂ. ആ ഹദീസിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൂടി ഉൾക്കൊണ്ട് റമളാനിൽ നല്ലൊരു മാറ്റം നമുക്ക് വേണം. എത്ര കൊല്ലത്ത് റമളാൻ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് എത്ര അകലുന്നത്. നബി തങ്ങൾ പറഞ്ഞില്ല, റമളാൻ മാസം വന്നിട്ട് പാപം പൊറുപ്പിക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരെയാകട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? തങ്ങൾ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ തങ്ങളല്ലേ ആമീൻ എന്ന് പറഞ്ഞത്? നമ്മളാരുമല്ലല്ലോ ആമീൻ എന്ന് പറഞ്ഞത്. ആ ആമീന്റെ ആളുകളാകരുത് നമ്മൾ. റമളാൻ വന്നിട്ട് പാപം പുറത്ത് കിട്ടണം, മാറ്റങ്ങൾ കിട്ടണം, നമ്മുടെ കൽബും ശരീരവും സ്വഭാവവും ഒക്കെ മാറണം. അങ്ങനെ മാറ്റത്തിന്റെ റമളാനായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ ഷരീഫ് ഹൃദ്യമായി സ്വീകരിക്കാനും സുഹൃതങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടി ചെയ്യാനും അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ആരോഗ്യം പേടിക്കുന്ന പലരും ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല നല്ല സിഹത്തും സലാമത്തും ഏറ്റിക്കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷം റമളാനിൽ ചെയ്തതിനേക്കാൾ സുഹൃതങ്ങൾ നല്ല ഈമാനിലും തഖ്വയിലും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ സുഹൃതങ്ങൾ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ സുഹൃതങ്ങളിലും റമളാൻ മാസത്തിൽ പങ്കുകൊണ്ട് റമളാൻ കഴിഞ്ഞ 29ാമത്തെ രാവ്, റമളാന്റെ അവസാനത്തെ രാവ് 29ാം രാവല്ലേ, അല്ലെങ്കിൽ 30ാം രാവ്, അവസാനത്തെ രാവ് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ആ സമയത്ത് ചോദിച്ചു സ്വഹാബ നബിയേ, അഹിയ ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റാണോ? അല്ലേ അല്ല, റമളാനിന്റെ അവസാനത്തെ രാവ് അല്ലാഹ് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ നബി തങ്ങളെ മറുപടി, പണിക്കാര് പണി കഴിഞ്ഞാൽ കൂട്ടാനുള്ളത് മുഴുവൻ കൂട്ടിയിട്ട് മുതലാളിമാര് കൊടുക്കാറില്ലേ? എല്ലാ പണിയും കഴിഞ്ഞു, നേരത്തെ കുറെ കൊടുത്തിട്ടുണ്ട്, ഇനി എത്ര ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ച് പൂർണ്ണമാക്കി കൊടുക്കാറില്ലേ? ഇതുപോലെ അധ്വാനങ്ങൾ കഴിയുകയാ. പകല് ഒരുപാട് പട്ടിണി കിടന്നു, രാത്രി ഒരുപാട് ക്ഷീണമനുഭവിച്ചു, ഉറക്കൊഴിച്ച് നിസ്കരിച്ചു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, നല്ലവരെ നോമ്പ് തുറപ്പിച്ചു, നല്ല ഒത്താശകൾ ചെയ്തു, നല്ല കാര്യങ്ങളിലൊക്കെ സംഗമിച്ചു, ഒരുപാട് സിയാറത്തുകളൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരു പുതിയ ആവേശം വന്ന്
പണി തീരാനാകുമ്പോ അല്ല പുറത്തു കൊടുക്കുകയാണ്. ആ പൊറുക്കപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ദുആഇന് ഉത്തരമുള്ള സദസ്സുകളിൽ പെടുത്തി തരട്ടെ. വിശുദ്ധ റമളാനിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് റമളാൻ മാസത്തിൽ നല്ലൊരു മാറ്റത്തിന് നമ്മളെ ഈ വാളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും മാറിയിട്ട് റമളാൻ ഒരു 10 എണ്ണം കഴിയുമ്പോഴേക്ക് ആത്മീയമായ ഒരു ചെറിയ പുരോഗതിയെങ്കിലും നമ്മുടെ ഖൽബിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ